പ്രശസ്തിയായിരിക്കട്ടെ. നമ്മൾ ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹിത എന്ന പരമ്പരയുടെ 42ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നമ്മൾ പ്രതിപാദന വിഷയമാക്കുന്ന കാര്യം നമ്മുടെ കർത്താവ് ശംശായുടെ ജനനത്തെക്കുറിച്ചാണ്. ഇത് ആ മരിയ വാൾത്തോർത്തായുടെ ആ ഗ്രന്ഥത്തിൻ്റെ ആദ്യത്തെ വോള്യൂം 29ാമത്തെ ഭാഗത്താണ് നമ്മൾ കാണുന്നത്. ഏറ്റവും ലളിതമായ രക്ഷകന്റെ വരവ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യവൽക്കരിച്ച ആ ഒരു അന്തരീക്ഷം, രക്ഷകന്റെ ജനനം, എല്ലാ ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത, അതും വരുന്നത് ഏറ്റവും ലളിതമായിട്ടാണ്. പരിശുദ്ധ കന്യാമറിയവും വിശുദ്ധ യോസേപ്പും ദീർഘമായ യാത്ര കഴിഞ്ഞ് ആ ചെറിയ ഗുഹയിൽ, ഒരു മാളം പോലുള്ള ആ ഗുഹയിൽ അവർ രാത്രി ചെലവഴിക്കുകയാണ്. അവർക്കാവുന്ന വിധം അവരവിടെ എല്ലാം വൃത്തിയാക്കി, പൊടിയും മറ്റു കരികിലുകളുമെല്ലാം മാറ്റിക്കളഞ്ഞ് അവിടെ ഇപ്പോൾ ആരോ കെട്ടിയ ഒരു കാളയും അവർ കൊണ്ടുവന്ന ഒരു കഴുതയും, ഈ രണ്ട് മൃഗങ്ങളും അവർ രണ്ടുപേരും മാത്രം. പക്ഷേ അവിടുത്തെ അന്തരീക്ഷം മാറുകയാണ്. ഒരു ചന്ദ്രപ്രകാശം ഈ ഗുഹയുടെ വിള്ളലിൽ കൂടി അകത്തേക്ക് കടക്കുമ്പോൾ അതൊരു വലിയ ഒരു രാജകൊട്ടാരം പോലെ അത്ര സുന്ദരമാകുകയാണ്. സ്വർണം കൊണ്ടോ വജ്രം കൊണ്ടോ ഒക്കെ പണിതൊന്നുപോലെ ആ പൊങ്ങിയും താന്നു നിൽക്കുന്ന കല്ലുകളെല്ലാം വജ്രങ്ങളെ പോലെ ശോഭിക്കുന്ന അനുഭവം. ഒരു രാജകൊട്ടാരത്തിൻ്റെ മേൽ തൊട്ടുപോലെ അവിടുത്തെ ചിലന്തി വലകൾ പോലും ഒരു മേൽക്കട്ടി പോലെ മാറുകയാണ്. അവര് ഒരു പല്ലിയെ കാണുന്നു. അതിനെ മരിയ വാൾത്തോർത്ത പറയുവാൻ ആഗ്രഹിക്കുന്ന ഏതോ രാജ്ഞി മറന്ന ഒരു മരതക ആഭരണം പോലെ അത്രമാത്രം മാറുകയാണ്. ഈ സമയം പരിശുദ്ധ കന്യാമറിയം ആന്തരികമായിട്ടുള്ള ഒരു സന്തോഷത്തിൽ, ആനന്ദത്തിൽ പുഞ്ചിരി തൂകി അവള് മുട്ടുകുത്തി നിൽക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, കൈവിരിക്കുകയാണ്, സാഷ്ടാംഗ പ്രണാമം ചെയ്ത് അവൾ വണങ്ങുന്നു. പ്രകാശം കൂടിക്കൂടി വരുന്നു. ക്രമേണ ആ പ്രകാശം ഒരു വിളിയായി മാറുന്നു, സ്വർഗത്തിൽ നിന്നുള്ളൊരു വിളി. ആ വിളിയുടെ അർത്ഥവും ആ പ്രകാശവും എല്ലാം പരിശുദ്ധ കന്യാമറിയം മനസ്സിലാക്കുന്നത് പോലെ അവരുടെ മുഖത്ത് ആ സന്തോഷവും സമാധാനവും ലോകം കൊടുക്കുന്നതല്ല, ദൈവം കൊടുക്കുന്ന ആ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയുകയാണ്. അവളപ്പോൾ കാണുന്നത് എന്താണ്, കേൾക്കുന്നത് എന്താണ്, അനുഭവിക്കുന്നത് എന്താണ് എന്ന് അവൾക്ക് മാത്രമേ അറിയൂ. കാരണം അതൊരു ആന്തരികമായിട്ടുള്ള ശബ്ദത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും ഉണ്ടാകുന്ന പ്രതിഫലനമാണ്. ഈ സമയം ജോസഫ് വളരെ ക്ഷീണിതനായി ആ ബെത്ലഹേമിലേക്കുള്ള ദൂരം മൊത്തം നടന്നാണ് അവൻ വരുന്നത്. മേരിയുടെ ആ കഴുതയുടെ കടിഞ്ഞാണും പിടിച്ച് അവൻ വളരെ ക്ഷീണിതനാണ്. അവനും പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ താൻ അറിയാതെ ഉറങ്ങിപ്പോവുകയാണ്. ഇടയ്ക്ക് അവന് ഉണരുകയാണ്, കാരണം ശൈത്യമാണ്, വലിയ തണുപ്പ്. അവിടെ തീ കൂട്ടി വെച്ച് അവൻ ആ മുറിയിൽ, ആ ഗുഹയിൽ അല്പം ചൂടിനു വേണ്ടി അവൻ പരിശ്രമിക്കുകയാണ്. അവൻ്റെ തന്നെ പുറംകുപ്പായം ഈ ഗുഹയുടെ വാതിലിന് ഒരു തടസ്സം പോലെ, തണുപ്പടിക്കാതിരിക്കുവാൻ. പക്ഷെ അതുകൊണ്ടൊന്നും ആകുന്നില്ല. അത്രമാത്രം ബുദ്ധിമുട്ടിൽ അവന് ആ തീയുടെ മുമ്പിലിരുന്ന് അല്പം
ഉറങ്ങുന്ന സമയത്ത് അപ്പോഴും പരിശുദ്ധ കന്യാമറിയം പ്രാർത്ഥിക്കുക തന്നെയാണ്. അവൻ ഉണർന്നപ്പോൾ അവൻ നോക്കുന്നു, പരിശുദ്ധ കന്യാമറിയം പ്രാർത്ഥിക്കുകയാണെന്ന് കണ്ട് അവളോട് പറയുന്നു, നീ അല്പമെങ്കിലും വിശ്രമിക്കുക. അപ്പോൾ പരിശുദ്ധ കന്യാമറിയം പറയുന്നത്, പ്രാർത്ഥന എനിക്ക് ക്ഷീണം നൽകുന്നില്ല, കൂടുതൽ ശക്തി നൽകുന്നു. അങ്ങനെ ആ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ ശബ്ദം, സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം, വിളി അവള് കൂടുതൽ ശക്തമായി മനസ്സിലാക്കുന്നത്. ഈ സമയത്ത് ആ വലിയ പ്രകാശം അതൊരു മാളിക പോലെ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ പോലെ പരിശുദ്ധ കന്യാമറിയത്തെ ലോകത്തിൽ നിന്ന് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കുകയാണ്. ആ പ്രകാശം തന്നെ ഒരു മറയായിട്ട് മാറുകയാണ്. അവിടെ പരിശുദ്ധ കന്യാമറിയം മറയുന്നു. അല്പം കഴിയുമ്പോൾ ആ ശിശുവുമായി ഉയരുന്നു. ആ ശിശു തുടുതുടുത്ത റോസാ പുഷ്പത്തിൻ്റെ നിറമുള്ള ഒരു സുന്ദരനായ ആൺകുട്ടി. അപ്പോഴും ജോസഫ് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ കന്യാമറിയം ജോസഫിനെ വിളിക്കുകയാണ്. ജോസഫ് ആ സമയം ആ രക്ഷകനെ എടുക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്നുള്ള അനുഭവത്തിൽ പരിശുദ്ധ കന്യാമറിയം നിർബന്ധിക്കുന്നുണ്ട്. നീ അതിന് യോഗ്യനാണ്, അതുകൊണ്ടാണ് നിന്നെ ദൈവം തിരഞ്ഞെടുത്തത്. അവൻ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ശിശുവിനെ തൻ്റെ മാറോട് ചേർത്ത് വെക്കുകയാണ്. അപ്പോഴവൻ അറിയുന്നു ശിശു തണുത്താണ് ഇരിക്കുന്നത്. അതിനുവേണ്ടി മേരിയുടെ പുറങ്കുപ്പായത്തിൻ്റെ അതിൽ കിടത്താൻ ശ്രമിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗം അതുകൊണ്ട് മൂടുവാനും ശ്രമിക്കുകയാണ്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ആ തലയിൽ വയ്ക്കുന്ന ആ തുണി, ശിരാവസ്ത്രം, അത് കൊണ്ട് അവൻ്റെ ആ പരിപരുത്ത ആ വൈക്കോലിൽ നിന്നൊക്കെ ഒരു മോചനം നൽകുന്നു. ഇതായിരുന്നു രക്ഷകന്റെ ജനനത്തിന് കർത്താവ് ഒരുക്കിയ അതിസുന്ദരമായ ദൈവികമായ ഒരു അന്തരീക്ഷം. അതുപോലെ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും ശൂന്യമായ, ഇവിടെ പരിശുദ്ധ കന്യാമറിയം പറയുന്നത് ആ ദൈവിക മാതൃത്വം പോലും ത്യജിക്കുന്ന ഒരനുഭവം, സഹനത്തിൻ്റെ. അവള് തൻ്റെ അഹങ്കാരത്തിൻ്റെ, തൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ, അത്യാർത്തിയുടെ, കൊതിയുടെ, ജഡികാസക്തിയുടെ എല്ലാം വേരുകൾ ഈ രക്ഷകനിൽ കൂടി മാറ്റിക്കളയുകയാണ്. ഇതെല്ലാം വളരെ വിശദമായിട്ട് ഈ ഭാഗത്ത് പ്രതിപാദിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പറയുന്നത്, ഇതുകൊണ്ട് മാത്രം ആയില്ല. ഈ അഹങ്കാരവും അത്യാസക്തിയും കൊതിയും ജഡികാസക്തിയുമെല്ലാം അതെല്ലാം കഴിഞ്ഞ് കൃപയുടെ നിറവിന് വേണ്ടി സഹനം രക്ഷകനും സഹിച്ചു. സമാധാനദാതാവായ ആ രക്ഷകന് സമാധാനം പോലും നിരസിച്ചുകൊണ്ടാണ് ആ രക്ഷാകര ദൗത്യം നിർവഹിക്കുന്നത്. അത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തിനും വിശുദ്ധ യോസേപ്പിനും സകലർക്കും ഉണ്ടായിരുന്നു. ഈ രക്ഷകന്റെ വരവിനെ ഒരുപക്ഷെ അന്നത്തെ ലോകം കണ്ടത് കൂടുതൽ രാജാവിനെ പോലെ പ്രൗഢഗംഭീരമായ ഒത്തിരി ലോകത്തിൻ്റെതായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകുന്ന ഒരു രാജാവ്. പക്ഷേ ഈ രാജാവ് വ്യത്യസ്തനാണ്. ആ രാജാവിനെ സ്വീകരിക്കുവാൻ വേണ്ടി നമുക്കും നമ്മുടെ ഹൃദയവും ഒരുക്കാം. ഏറ്റവും ലളിതമായിട്ടുള്ള ആ പരിശുദ്ധ കന്യാമറിയത്തിനും വിശുദ്ധ യോസേപ്പിനും ഒക്കെ ഉണ്ടായിരുന്ന ദൈവം ഒരുക്കിയ അതിനെ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുന്ന ആ മനോഭാവത്തിലേക്ക് വളരുവാൻ നമുക്ക് ശ്രമിക്കാം.
ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.